പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസ് വിമുഖനായ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ ജനാധിപത്യ മുന്നണി CPI-യുമായി സഹകരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലാണ് AV ഗോപിനാഥ് വിമതസ്വരവുമായി രംഗത്തിറങ്ങുന്നത്. എന്നാൽ കോൺഗ്രസിന്റെയും CPI-യുടെയും നിലപാടില്ലായ്മയാണ് AV ഗോപിനാഥിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നാണ് BJP വിമർശിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുന്ന സമയത്താണ് പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസ് വിമുഖനായ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണി ഇപ്പോൾ CPI-യുമായി സഹകരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്നു. നമുക്ക് AV ഗോപിനാഥ് ഏറെക്കാലമായി വിമതസ്വരം, ഏറെക്കാലമായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നേതൃത്വത്തിനെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് AV ഗോപിനാഥ്, അല്ലേ അരുൺ? തീർച്ചയായിട്ടും പ്രദീപിള്ള, AV ഗോപിനാഥ് നേരത്തെ തന്നെ കോൺഗ്രസിന് നിന്ന് ഇടഞ്ഞ് വലിയ രൂക്ഷ വിമർശനങ്ങളൊക്കെ കോൺഗ്രസിനെതിരെ ഉയർത്തിക്കൊണ്ടായിരുന്നു പാർട്ടി വിട്ടത്. പക്ഷേ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടപ്പോഴും AV ഗോപിനാഥ് പിന്നീട് ഇടതുപക്ഷത്തേക്കോ മറ്റോ ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു കൃത്യമായ നിലപാട് പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ വലിയ രീതിയിൽ പ്രകീർത്തിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ AV ഗോപിനാഥ് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പെരിങ്ങോട്ടുകുറിശ്ശിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മാത്രം വിജയിക്കാറുള്ള ഒരു പഞ്ചായത്താണത്. ആ പഞ്ചായത്തിൽ ഏതായാലും ഇപ്പോൾ AV ഗോപിനാഥ് IDF എന്ന പേരിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷത്തെ CPM-നെ ഒപ്പം ചേർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് AV ഗോപിനാഥ് പറയുന്നത്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളും ഈ AV ഗോപിനാഥിന് പിന്തുണ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് പറയുന്നത് AV ഗോപിനാഥിൻ്റെ ഈ IDF-നൊന്നും യാതൊരു തരത്തിലും വിജയിക്കാൻ കഴിയില്ല, കോൺഗ്രസിന് ഈ പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം തന്നെ BJP ഈ വിഷയത്തിൽ വലിയ നിശിതമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ടൊരു നിലപാട് പോലും ഇല്ലാതെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എന്നുള്ള വിമർശനമാണ് വിഷയത്തിൽ BJP ഉന്നയിക്കുന്നത്. കാരണം AV ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം വിമത സ്വരം ഉയർത്തി വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ പോലും നിലപാട് പറയാതെ പിന്നീട് ഇടതുപക്ഷത്തേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇടതുപക്ഷത്തോട് അടുക്കുന്ന ഒരു സ്ഥിതി, അത് അധികാരത്തിന് വേണ്ടി മാത്രമാണ് AV ഗോപിനാഥ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നത് എന്നാണ് BJP പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഉള്ളിൽ ഗ്രൂപ്പ് വഴക്കം തമ്മിൽ തല്ലും രൂക്ഷമായി തുടരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് AV ഗോപിനാഥ് എന്നുള്ള വിമർശനവും BJP ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ AV ഗോപിനാഥ് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന IDF എന്ന പേരിലൊക്കെ പുതിയ ഒരു മുന്നണിയുമായിട്ട് രംഗത്ത് വരുമ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഇടത് വലത് കടിപിടികൾ അത് ജനം തിരിച്ചറിയുമെന്നുള്ളതാണ് BJP ഈ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിൽ എന്ത് വിധി എഴുതുമെന്നുള്ളതൊക്കെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്.